വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. മലബാറിലെ ആദ്യത്തെ ഹൈവേ ആയ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഹൈവേയിലൂടെ നമ്മൾ ചീറിപ്പായുമ്പോൾ ഈ റോഡിന് നമ്മളോട് ചില കഥകൾ പറയാനുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കഥകളല്ല. 1977 മുതൽ 4 പതിറ്റാണ്ട് നീണ്ട മഹത്തായ യാത്രയിൽ തളരാത്ത അഭിനിവേശത്തിന്റെയും അചഞ്ചലമായ അർപ്പണബോധത്തിന്റെയും എണ്ണമറ്റ ത്യാഗങ്ങളുടെയും സാക്ഷ്യമായ തലശ്ശേരി മാഹി ബൈപ്പാസിൻ ഐതിഹാസിക കഥയ്ക്ക് സാക്ഷ്യം വഹിക്കാം. നമ്മൾ അറിയണം, അറിഞ്ഞിരിക്കണം. കേരളത്തിൽ ദേശീയപാത വികസനം സർക്കാരിനും ജനങ്ങൾക്കും ഒരുപോലെ തലവേദനയാണ്. ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള എതിർപ്പും പ്രക്ഷോഭവും പലയിടത്തും പദ്ധതി നിന്നുപോവാൻ കാരണമാകുന്നു. എന്നാൽ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിട്ടും 40 വർഷത്തോളം ദുരിതം പേറേണ്ടി വന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിൽ. ഇവിടെയും 4 വരി പാത തന്നെയാണ് വിഷയം. ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണമെന്ന അപേക്ഷയാണ് ഇവർക്ക്. സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നില്ല. എത്രയും വേഗം തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം വരെ നടത്തേണ്ടി വന്ന തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഭൂവുടമകൾ 1973 തലശ്ശേരി അടക്കം മലബാറിലെ പ്രധാന നഗരങ്ങളിലൂടെ കടന്നുപോയിരുന്ന വെസ്റ്റ് കോസ്റ്റ് റോഡ് ദേശീയപാത 17 മാറിയത്. വൈകാതെ ദേശീയപാത വികസനത്തിനായി തലശ്ശേരി നഗരത്തിലൂടെയുള്ള ഇടുങ്ങിയ റോഡിനു പകരം പുതിയ ബൈപ്പാസ് എന്ന ആശയമുണ്ടായി. 1977 ബൈപ്പാസിനായുള്ള സർവേ നടപടികൾ തുടങ്ങി. പ്രാരംഭഘട്ടത്തിൽ നാട്ടുകാരുടെ എതിർപ്പുകളും സർക്കാർ വകുപ്പുകളുടെ മെല്ലെപ്പോക്കും റോഡ് വികസനം മന്ദഗതിയിലാക്കി. സ്ഥലം അളവെടുപ്പും സർവേ കുറ്റി സ്ഥാപിക്കലും പലതവണ നടന്നു. ഏറ്റെടുക്കാൻ സാധ്യതയുള്ള സ്ഥലമായതിനാൽ സ്ഥലവ്യവഹാരങ്ങളൊന്നും നടത്താതെ നാട്ടുകാർ കാത്തുനിന്നു. സർവേ നടപടികൾ വർഷങ്ങൾ നീണ്ടു. ഒടുവിൽ 1987 തലശ്ശേരി ബൈപ്പാസിന്റെ അലൈൻമെന്റ് നിശ്ചയിച്ചു. 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ്. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് നിന്ന് തുടങ്ങി പുതുച്ചേരിക്ക് കീഴിൽ വരുന്ന മാഹി ജില്ല വഴി കോഴിക്കോട് അഴിയൂർ വരെ എത്തുന്ന പാത. 5 വർഷം പിന്നെയും കഴിഞ്ഞ് 1992 ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങി. ബൈപ്പാസിനെതിരെ ആദ്യമുണ്ടായ എതിർപ്പുകൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെട്ട് പരിഹരിച്ചു. ഭൂരിഭാഗം ഉടമകളും ഭൂമി വിട്ടു നൽകാൻ തയ്യാറായി. നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്താൽ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങാമെന്ന അവസ്ഥ. പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. നഷ്ടപരിഹാരമായി ദേശീയപാത അധികൃതർ നൽകാൻ തയ്യാറായത് വളരെ തുച്ഛമായ തുക. മിക്കയിടത്തും വിപണി വിലയുടെ 1/5 പോലും നഷ്ടപരിഹാരമായി കിട്ടാത്ത അവസ്ഥ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സമാനമായ തുകയാണ് ദേശീയപാത അധികൃതർ ഇവിടെയും കണക്ക് കൂട്ടിയതെന്ന് ആക്ഷേപമുയർന്നു. നാട്ടുകാരിൽ നിന്ന് വ്യാപക പ്രതിഷേധമുണ്ടായി. പക്ഷേ വർഷങ്ങൾ കടന്നുപോയിട്ടും NHAIയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. ഇതോടെ ഭൂവുടമകളുടെ ജീവിതം ചോദ്യചിഹ്നമായി. സ്വന്തം ഭൂമിയും വീടും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വലഞ്ഞു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തിന്റെ ഇടപെടലുണ്ടായി. കലക്ടർ അധ്യക്ഷനായ ജില്ലാതല കമ്മിറ്റി രൂപീകരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടത്താൻ തീരുമാനമായി. ഡിസ്ട്രിക്ട് ലെവൽ പർച്ചേസിംഗ് കമ്മിറ്റി ഓരോ സ്ഥലങ്ങളിലെയും അർഹമായ നഷ്ടപരിഹാര തുക കണക്കാക്കി. വിപണി വില ലഭിച്ചില്ലെങ്കിലും മിക്കയിടങ്ങളിലും ജനങ്ങൾ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായി. പക്ഷേ DLPC നിശ്ചയിച്ച തുക പോലും മിക്കയിടത്തും നൽകാനാവില്ലെന്നായിരുന്നു NHAIയുടെ നിലപാട്. തലശ്ശേരി ബൈപ്പാസ് പദ്ധതി വീണ്ടും തൃശങ്കുവിൽ. വർഷങ്ങൾ കടന്നുപോയതോടെ ഭൂവുടമകളുടെ ദുരിതം ഇരട്ടിയായി. സ്ഥലമേറ്റെടുക്കാൻ നോട്ടിഫൈ ചെയ്തത് കാരണം സ്വന്തം ഭൂമി വിൽക്കാനോ ഭാഗം വയ്ക്കാനോ കഴിയാതെ അവർ വലഞ്ഞു. സ്വന്തം വീട് പോലും പുതുക്കിപ്പണിയാൻ കഴിയാത്ത അവസ്ഥ. സർക്കാർ സംവിധാനത്തിൻ്റെ മനസ്സും കല്ലാണ്. ഒരു സർവേ കല്ലിട്ടിട്ട് ഒരു ചെറു സമൂഹത്തെ 20 വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംവിധാനം. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. ഈയിടെ എല്ലാ മാധ്യമങ്ങളിലും വിവാദമായതാണ്
കോഴിക്കോട് കിനാലൂരിലെ ഭൂമി ഏറ്റെടുക്കൽ നീക്കവും സംഘർഷവും. കിനാലൂരിന് 30 കിലോമീറ്റർ അകലെ അഴിയൂരിലേക്ക് ചെല്ലാം. ഇവിടെയും 4 വരി പാത തന്നെയാണ് വിഷയം. ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണമെന്ന അപേക്ഷയാണ് ഇവർക്ക്. സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അളക്കും. പിന്നെ നമുക്ക് കടലാസുകളായിട്ടൊന്നും കൈ കിട്ടിയില്ല. കുറ്റിയിടും, അളക്കും. പിന്നെ തെങ്ങിൻ്റെ മേലെയൊക്കെ അടയാളപ്പെടുത്തി പോകും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം കുറേ കൊല്ലായി. ഇവിടെ സ്ഥലം വിട്ടു കൊടുക്കാൻ ആർക്കെങ്കിലും എതിർപ്പുണ്ടായി അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ നിന്നുപോയത്? അതുകൊണ്ടൊന്നല്ല, ഈ ബൈപ്പാസിൽ ഇപ്പോൾ എല്ലാവർക്കും ഇത് വരണം തന്നെയാണ്. എന്താ വെച്ചാൽ 40 കൊല്ലമായിട്ട് കാത്തിക്കുന്നല്ലേ. ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുവരെയും വരുന്നില്ല. അപ്പം എല്ലാവരും ഒന്നും ചെയ്യാണ്ട് വീട് കൊണ്ട് കഷ്ടപ്പെടുമല്ലേ. ഒരു വലിയ റോഡിനായുള്ള കാത്തിരിപ്പ് ഇനി തുടരാനാകില്ല. കയ്യിലുള്ള ഒരു ചെറിയ കഷ്ണം ഭൂമി വിൽക്കാനുമാകുന്നില്ല. എന്തു ചെയ്യണം ഈ മനുഷ്യർ? 71 നമുക്ക് അവിടെ ഒരു കുറ്റി അടിച്ചു. അന്ന് ഈ റോഡ് നമുക്ക് സ്വസ്ഥ നട്ട് ആ കാലത്താണ്. അത് കഴിഞ്ഞ പിന്നെ 94 എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ അവിടെ ഒരു കുറ്റിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് മക്കൾക്ക് ഒരു വീട് തട്ടി വീട്ടിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അപ്പുറത്തൊരു വീടെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇത് റോഡിൽ പോകുന്നുണ്ട്. എന്തും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. വിൽക്കാനും സമ്മതിക്കില്ല, കൊടുക്കാനും സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല. ആരുടെയും ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് തന്റെ അവകാശങ്ങൾ മകനോ മകൾക്കോ കൈമാറാനുള്ള ആഗ്രഹം. അതാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതിലേറെ എന്ത് അനീതിയാണ് കേരളത്തിൽ നാം കാണേണ്ടത്? ഭൂമി നൽകിയവർക്കാവട്ടെ കിട്ടേണ്ട നഷ്ടപരിഹാര തുക പെട്ടെന്നൊന്നും എത്തിയതുമില്ല. കേന്ദ്രത്തിൽ നിന്ന് ദേശീയപാതയ്ക്കായി കേരളത്തിലെത്തിയത് വളരെ ചെറിയ വിഹിതം. അതിൽ നിന്ന് മറ്റിടങ്ങളിൽ നഷ്ടപരിഹാരം കൊടുത്ത് കണ്ണൂരിലെ ദേശീയപാത വികസനത്തിനായി എത്തിയത് തുച്ഛമായ തുക. ഫലത്തിൽ നഷ്ടപരിഹാര വിതരണം തലശ്ശേരിയിൽ പുരോഗമിച്ചത് ഒച്ചിഴയും വേഗത്തിൽ. ഇതിനിടെ 7 മീറ്റർ മാത്രം വീതിയുള്ള ദേശീയപാതയുമായി തലശ്ശേരി നഗരം വീർപ്പുമുട്ടി. വാഹനപ്പെരുപ്പവും അപകടങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു. സുഗമമായ റോഡുകൾ ഇല്ലാത്തത് ഒരു കാലത്ത് ഉത്തര കേരളത്തിലെ വാണിജ്യ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായിരുന്ന തലശ്ശേരിയുടെ ശോഷിപ്പിന്റെ ആക്കം കൂട്ടി. പുറത്തേക്ക് വളരാതെ തലശ്ശേരി പട്ടണം ഒതുങ്ങി നിന്നു. ഇതിനിടെ ഉടമകളുടെ ദുരിതം ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മാറിയിരുന്നു. പണം അത്യാവശ്യമായി വേണ്ടിവന്ന സാഹചര്യങ്ങളിലൊന്നും സ്വന്തം സ്വത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. കുടുംബത്തിലെ ഒരംഗത്തിന്റെ ചികിത്സയ്ക്കോ മക്കളുടെ കല്യാണത്തിനോ പണം കണ്ടെത്താൻ ഈ സാധാരണക്കാർ വിഷമിച്ചു. ബാങ്ക് വായ്പയ്ക്ക് പോലും ആധാരം സ്വീകരിച്ചിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഒടുവിൽ 2010ഓടെ ആകെയുള്ള 18 കിലോമീറ്ററിൽ മുഴപ്പിലങ്ങാട് മുതൽ കൊടിയേരി വരെയുള്ള 11 കിലോമീറ്റർ പ്രദേശത്തെ ഭൂമി ഏറ്റെടുത്തു. എന്നാൽ അത് കഴിഞ്ഞുള്ള മാഹി, ചൊക്ലി, അഴിയൂർ എന്നിവിടങ്ങളിലൊന്നും ജില്ലാതല കമ്മിറ്റി തീരുമാനിച്ച തുക നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമായിരുന്നില്ല. മാഹിയിൽ 220, ചൊക്ലിയിൽ 140, അഴിയൂരിൽ 80 എന്നിങ്ങനെ 440 കുടുംബങ്ങളുടെ ജീവിതം പോംവഴിയില്ലാതെ ഒരു ബൈപ്പാസിൽ കുടുങ്ങിക്കിടന്നു. ദേശീയപാത വികസനം എങ്ങും എത്താതെ നിന്നു. ഇതിനിടെ 2012 കണ്ണൂരിലെ ചാലയിൽ ടാങ്കർ ലോറി അപകടമുണ്ടായി. 20 പേരുടെ ജീവനെടുത്ത ദുരന്തം. വെറും 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള മാഹി പട്ടണത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിടുന്നതായിരുന്നു ഈ സംഭവം. മുക്കിന് പെട്രോൾ പമ്പുകളും എണ്ണമറ്റ മദ്യശാലകളുമുള്ള മാഹിയിലെ ചെറു റോഡിലൂടെ ദിവസേന 100 കണക്കിന് ഇന്ധന ക്യാപ്സ്യൂൾ ലോറികളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ചാലയ്ക്ക് സമാനമായ ഒരു അപകടം മാഹിയിലുണ്ടായാൽ ഒരു പട്ടണത്തെ ഒന്നായി ഭൂമുഖത്തു നിന്ന് മായ്ച്ചു കളയുന്ന മഹാദുരന്തമാകും അത്. എത്രയും പെട്ടെന്ന് 4 വരി ബൈപ്പാസ് റോഡ് വരിക മാത്രമായിരുന്നു പരിഹാരം. ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞ സ്ഥലം വരെ പകുതി ബൈപ്പാസ് പണിയും എന്ന് സർക്കാർ പ്രഖ്യാപനം ഉണ്ടായി. എന്നാൽ ഇതും എങ്ങും എത്തിയില്ല. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി.
2016 ബൈപ്പാസ് സ്ഥലമേറ്റെടുക്കാൻ സംസ്ഥാനം പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചതോടെ ചൊക്ലിയിലെ ഭൂമി ഏറ്റെടുക്കലിൽ പുരോഗതിയുണ്ടായി. ന്യായവിലയും 12% പലിശയും എന്നതായിരുന്നു നഷ്ടപരിഹാര പാക്കേജ്. പലവട്ട ചർച്ചകൾക്കൊടുവിൽ കേന്ദ്രം ഇതിന് വഴങ്ങി. ഇതോടെ തലശ്ശേരി ബൈപ്പാസ് ചൊക്ലി എന്ന കടമ്പ കടന്നു. ഇനി ശേഷിച്ചത് മാഹിയും അഴിയൂരും. ഇതിൽ 220 കുടുംബങ്ങളുള്ള മാഹിയിലായിരുന്നു പ്രധാന പ്രശ്നം. മാഹിയിലെ വില നിശ്ചയിക്കൽ ചൊക്ലിയിലേതിലും വർഷങ്ങൾക്ക് മുൻപേ കഴിഞ്ഞതാണ്. എന്നാൽ DLPC നിശ്ചയിച്ച തുക നൽകാൻ തയ്യാറാകാതെ ദേശീയപാത അധികൃതർ വർഷങ്ങളോളം കുടുംബങ്ങളെ നട്ടം കറക്കി. ഗത്യന്തരമില്ലാതെ ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. തങ്ങളുടെ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഡീനോട്ടിഫൈ ചെയ്യുകയോ ചെയ്യണമെന്നതായിരുന്നു ഹർജി. ജില്ലാതല കമ്മിറ്റി നിശ്ചയിച്ച തുക നൽകാൻ തങ്ങൾക്ക് നിയമപരമായി ബാധ്യതയില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ കോടതിയിലെ നിലപാട്. പുതുച്ചേരി സർക്കാർ വില നിശ്ചയിക്കാൻ പ്രത്യേക ആർബിട്രേറ്ററെ നിയമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോടതി അത് അംഗീകരിച്ച് വില നിശ്ചയം നടത്താൻ ആർബിട്രേറ്ററെ നിയമിച്ചു. ജില്ലാതല കമ്മിറ്റി നിശ്ചയിച്ച അർഹമായ തുക ഇനി ലഭിക്കുമോ എന്ന ആശങ്ക മാഹിയിലെ ഭൂ ഉടമകൾക്കുണ്ടായി. വിശദമായ പഠനത്തിനൊടുവിൽ 2016 ജനുവരി 29 ആർബിട്രേറ്റർ ചെന്നൈ ഹൈക്കോടതിയിൽ നഷ്ടപരിഹാര തുക വിവരങ്ങൾ സമർപ്പിച്ചു. അതിശയകരമെന്നോണം ജില്ലാതല കമ്മിറ്റി നിശ്ചയിച്ച തുക തന്നെ വളരെ കുറവാണെന്നും അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ നൽകേണ്ട നഷ്ടപരിഹാരം എന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാഹിയിലെ ഭൂ ഉടമകളുടെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതായിരുന്നു ആർബിട്രേറ്ററുടെ റിപ്പോർട്ട്. വർഷങ്ങളുടെ ദുരിതത്തിന് ശേഷം നീതി ലഭിച്ച ആശ്വാസത്തിലായിരുന്നു അവർ. എന്നാൽ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആർബിട്രേറ്ററുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് 2016 ഏപ്രിലിൽ കേന്ദ്രം വീണ്ടും കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഇതോടെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി. തുടർന്ന് പുതുച്ചേരി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചർച്ചകൾ നടന്നു. ഭൂ ഉടമകളുടെ വർഷങ്ങൾ നീണ്ട ദുരിതം അധികൃതരുടെ മുന്നിൽ വിവരിക്കപ്പെട്ടു. ആർബിട്രേറ്റർ നിശ്ചയിച്ച തുകയുടെ 70% നൽകിയാൽ മതിയെന്ന പരിഹാരം ഭൂ ഉടമകൾ മുന്നോട്ട് വെച്ചു. ഒടുവിൽ NHAI അതിനു വഴങ്ങി. ഇതോടെ മാഹിയിലെയും ഭൂമി ഏറ്റെടുക്കലിന് പരിഹാരമായി. പദ്ധതിക്കുള്ള 60% ഭൂമിയും ഏറ്റെടുത്തതോടെ ബൈപ്പാസ് ടെൻഡർ നടപടികളിലേക്ക് നീങ്ങി. ഇതോടെ ബാക്കിയുള്ള അഴിയൂരിൽ കൂടി ന്യായവില ഉറപ്പിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോയി. വൈകാതെ അവിടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ആഴ്ചകൾക്കകം നഷ്ടപരിഹാരം ഭൂ ഉടമകളുടെ കയ്യിലെത്തി. 4 പതിറ്റാണ്ടിൻ്റെ ദുരിതത്തിനൊടുവിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. ഒരു വികസന പ്രശ്നം എങ്ങനെ ഒരു സാമൂഹിക പ്രശ്നം കൂടിയായി തീരുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു തലശ്ശേരി ബൈപ്പാസ്. റോഡ് വികസനത്തിലെ സ്തംഭനാവസ്ഥ തലശ്ശേരിക്കും വലിയ നഷ്ടങ്ങളാണ് സമ്മാനിച്ചത്. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ നഗരസഭകളിൽ ഒന്നായിരുന്നു ബ്രിട്ടീഷ് വാണിജ്യ കേന്ദ്രമായിരുന്ന തലശ്ശേരി. മറ്റു പട്ടണങ്ങൾ വളർന്ന് കോർപ്പറേഷനുകൾ ആയിട്ടും 150 വർഷം പിന്നിട്ട തലശ്ശേരി നഗരസഭ ഇന്നും നഗരസഭാ മുത്തശ്ശിയായി തുടരുന്നു. ദേശീയപാതയും അനുബന്ധ റോഡ് വികസനവും വാണിജ്യ തലശ്ശേരിയുടെ തലയുയർത്തലിന് ഹേതുവാകുമോ എന്നത് ഇനി വരും നാളുകൾ പറയും.
18.600 കിലോമീറ്റർ ആണ് ഈ ബൈപ്പാസിന്റെ ദൈർഘ്യം. 10 വെഹിക്കിൾ അണ്ടർപാസ്, 4 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, 7 സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, ഒരു വെഹിക്കിൾ ഓവർപാസ്, ഒരു ROB അടങ്ങുന്നതാണ് ഈ ബൈപ്പാസ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, കേരളത്തിൽ നിന്നുള്ള കമ്പനിയായ EKK ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ റീച്ചിന്റെ നിർമ്മാണ കമ്പനി. 2018 നിർമ്മാണം ആരംഭിച്ച ബൈപ്പാസ് 2024 മാർച്ച് 11 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ സിഗ്നൽ വരുന്ന ജംഗ്ഷനാണ് സ്പിന്നിംഗ് മിൽ ജംഗ്ഷൻ. എന്നാൽ ഇവിടെ അണ്ടർപാസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ നടക്കുകയാണ്. അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ സിഗ്നൽ ഫ്രീ ബൈപ്പാസ് ആയിരിക്കും. ഈ റീച്ചിൽ ത്രൂ ഔട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല. എന്നാൽ ബൈപ്പാസ് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കാനുള്ള ടെൻഡർ നടപടിയിലേക്ക് NHAI നീങ്ങുന്നുണ്ട്. തലശ്ശേരി മാഹി ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 40 കിലോമീറ്റർ, അതായത് അയ്യൂർ മുതൽ വെങ്ങളം വരെ അടുത്ത റീച്ചാണ്. അദാനിയാണ് ഈ റീച്ചിന്റെ കോൺട്രാക്ടർ. ഈ റീച്ചിന്റെ ഫുൾ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.